ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് ഓഫ് ന്യൂറ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ബാക്കി വന്ന അപ്പത്തിൻ്റെ മാവ് വെച്ച് നമുക്കൊരു സൂപ്പർ ടേസ്റ്റിയായ സോഫ്റ്റായ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കിയാലോ. അതിനായി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വായോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിന് വേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതാണ് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ആ ബാക്കി വന്ന മാവെടുക്കാം. അതിലോട്ട് നമുക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പം ഞങ്ങളിവിടെ 5 സ്പൂൺ പഞ്ചസാരയാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ട് തേങ്ങാക്കൊത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട ടേസ്റ്റ് കൂടെ ഞങ്ങളതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പത്തിന് മാവ് ഇളക്കുക. ഇതിനകത്ത് ഉപ്പും സോഡാപ്പൊടിയൊക്കെ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇനി ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ചുട്ട അപ്പത്തിൻ്റെ ബാക്കി മാവാണ്. ഇനി ഒരു ഇഡലിക്കുട്ടത്തിലോട്ട് അരഭാഗം വെള്ളം എടുത്ത് അതിലോട്ട് അടപ്പ് വെച്ച് അടച്ച ശേഷം ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് നെയ്യ് തൂകിയതിന് ശേഷം നമുക്ക് ഈ മാവെടുത്ത് ഇതിലോട്ട് ഒഴിക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഇത് മൂടി വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓക്കെ ആയി. നമ്മൾ സൂപ്പർ ടേസ്റ്റായ സോഫ്റ്റിയായ കിണ്ണത്തപ്പം ഇവിടെ റെഡി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.